ചെമ്പട്ട് ചുറ്റി ഉദയഗിരി ഉണർന്നു. നാനാ പക്ഷികളും ഉണർന്നു. അവയുടെ കളകൂജനം കേട്ടു തുടങ്ങി. സീതാപതിയും നിദ്ര വിട്ടുണർന്നു. ഗംഗയെ തരണം ചെയ്യാൻ തോണി തയ്യാറെടുക്കേണ്ടതുണ്ട്. ഗുഹൻ അതിനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു കഴിഞ്ഞിരുന്നു. കോസല രാജകുമാരൻ അച്ഛനെ അറിയിക്കാനുള്ള തൻ്റെ സന്ദേശം സുമന്ത്രനോട് പറഞ്ഞു. 14 കൊല്ലം വനത്തിൽ കഴിഞ്ഞു വന്ന് അച്ഛനെ തൃക്കൺ പാർക്കാം. ഭരതനെ അറിയിക്കാൻ തൻ്റെ സന്ദേശം ശ്രീരാമൻ ഇപ്രകാരം പറഞ്ഞു. അച്ഛനോട് ഏത് നിലയിൽ പെരുമാറുന്നുവോ അതുപോലെ അമ്മമാരെയും ആദരിക്കണം. കൈകേയിയോടെന്ന പോലെ മാതാക്കളായ കൗസല്യയോടും സുമിത്രയോടും സ്നേഹമായിരിക്കണം. യുവരാജാവ് എന്ന നിലയിൽ നാടുവാണ് ഇഹപര ലോകങ്ങളിൽ സൗഖ്യം അനുഭവിക്കാൻ ഭരതൻ തീർച്ചയായും കൗസല്യ മാതാവിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിഞ്ഞ് അമ്മയെ സ്നേഹിക്കണം. അച്ഛന് വിപരീതമായി യാതൊന്നും ചെയ്യരുത്. ശ്രീരാമൻ്റെ വേർപാട് താങ്ങാനാവാതെ ദുഃഖിക്കുന്ന സുമന്ത്രരെയും ദേവൻ ആശ്വസിപ്പിച്ചു. വനത്തിൽ തന്നോടൊപ്പം വസിക്കുവാൻ ആഗ്രഹിക്കുന്ന സുമന്ത്രരെ മടക്കി അയക്കേണ്ടത് അത്യാവശ്യവുമാണ്. കാരണം സുമന്ത്ര രഥവുമായി മടങ്ങിയെത്തിയാൽ മാത്രമേ രാമൻ വനവാസം ആരംഭിച്ചു എന്നത് കൈകേയി വിശ്വസിക്കുകയുള്ളൂ. സുമന്ത്രർ പിന്നെയും പറഞ്ഞു. ശ്രീരാമചന്ദ്രസ്വാമി ദുസ്തരമായ അവസരങ്ങൾ തരണം ചെയ്ത് സദ്ഗതി നേടും. ഹതഭാഗ്യരായ അയോധ്യാനിവാസികൾ, ഞാനടക്കം ദുഷ്ടസ്വരൂപിണിയായ ആ കൈകേയിയുടെ ചൊൽപ്പടിക്ക് നിൽക്കേണ്ടി വരും. ശ്രീരാമൻ സുമന്ത്രരെ ആശ്വസിപ്പിച്ചുകൊണ്ട് വീണ്ടും പറഞ്ഞു. മറ്റു രഘുവംശ രാജാക്കന്മാർക്ക് സുമന്ത്രരോളം നല്ല മിത്രത്തെ കിട്ടിയിട്ടില്ല. അതിനാൽ ശ്രീരാമന് വേണ്ടി എത്രയും പെട്ടെന്ന്, അതായത് അതിവൃദ്ധനായ പിതാവ് തങ്ങളുടെ വിയോഗത്തിൽ വേദനിക്കുന്ന പിതാവ് ദുഃഖിക്കാതിരിക്കാൻ തക്കവിധം വേണ്ടത് എന്തോ അത് സുമന്ത്രർ ശ്രദ്ധിക്കണം. അച്ഛൻ ഇളയമ്മ കൈകേയിയുടെ ഇഷ്ടത്തെ അനുകൂലിച്ചു. ഏതെങ്കിലും കാര്യം ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ അത് ചെയ്യണം. തങ്ങളെ വേർപിരിഞ്ഞ വേദന സഹിക്കുന്ന വൃദ്ധനായ പിതാവ് ദുഃഖിക്കാതിരിക്കത്തക്ക വിധം വേണ്ടത് സുമന്ത്രൻ ശ്രദ്ധിക്കണം. സുമന്ത്രർ പറഞ്ഞു. അയോധ്യയിലെ ജനങ്ങൾ ഒഴിഞ്ഞ രഥം കാണുമ്പോൾ വീരനായ ഒരു സേനാനി ഭയങ്കരമായ യുദ്ധത്തിൽ വീരസ്വർഗം പ്രാപിച്ച ശേഷം സൂതൻ തനിയെ കൊണ്ടുവരുന്ന തേരിനെ എന്ന വണ്ണം ഈ രഥത്തെ വീക്ഷിക്കും. അടക്കാനാകാത്ത ശോകത്തോടെ സുമന്ത്രർ പിന്നെയും പറഞ്ഞു. സുമന്ത്രരെ രാമൻ സമാശ്വസിപ്പിച്ചു. സകല ഭൗതിക വസ്തുക്കളും ശ്രീരാമപാദങ്ങളിൽ സമർപ്പിക്കുന്നതിന് തയ്യാറായി നിൽക്കുന്ന ഗുഹനെ നോക്കി രാമദേവൻ പറഞ്ഞു. ആൾ സഞ്ചാരം അധികമുള്ള വനവാസം ഞങ്ങൾക്ക് ചേർന്നതല്ല. വിജനമായ ആശ്രമവാസമാണ് വേണ്ടത്. ഋഷിമാരെ പോലെ വ്രതം സ്വീകരിക്കേണ്ടതുണ്ട്. അതിനായി ഞങ്ങൾക്ക് 2 പേർക്കും പേരാലിൻ്റെ പാൽക്കറ വരുത്തുക. വടക്ഷീരം കൊണ്ടുവന്നതോടെ രാമലക്ഷ്മണന്മാർ ജടാമകുടം അണിഞ്ഞു. മരത്തോലുടുത്ത് ജടാമകുടം ചാർത്തി തപസ്സികളെപ്പോലെ ആയെങ്കിലും ആ വീര സഹോദരന്മാർ അഗ്നിതുല്യ ക്ഷാത്ര തേജസ്സുള്ളവരായി തന്നെ കാണപ്പെട്ടു. സുമന്ത്രനും ഗുഹനും തങ്ങളെ വിട്ടു പിരിയുന്നു. സീതാസമേത രാമലക്ഷ്മണന്മാർ അവർ പോകുന്നിടത്തേക്ക് കണ്ണെത്തുന്നവരെ നോക്കിക്കൊണ്ട് നിർനിമേഷരായി അവിടെ നിന്നു. ശ്രീരാമൻ ഭരദ്വാജാശ്രമത്തിലേക്കും അവിടെ നിന്ന് ചിത്രകൂടത്തിലേക്കും പ്രവേശിക്കുന്നവരെ മറുതീരത്ത് സുമന്ത്രൻ കാത്തുനിന്നു. ഗുഹൻ കൊണ്ടുചെന്ന തോണിയിൽ ആദ്യം സീത, തുടർന്ന് ലക്ഷ്മണൻ, അവസാനം മഹാപ്രഭു ശ്രീരാമചന്ദ്രൻ കയറി. ഒഴുക്കേറിയ ആ പവന നദിയെ അവർ നമസ്കരിച്ചു. പ്രഗത്ഭരായ തോണിക്കാർ തുഴയുന്ന തോണി നദീമധ്യത്തിൽ എത്തിയപ്പോൾ സീത ഗംഗയെ നമസ്കരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. 14 സംവത്സരത്തെ കാനനവാസം പൂർത്തിയാക്കി സുഖമായി തിരിച്ചെത്താൻ ഗംഗാ ഭഗവതി അനുഗ്രഹിക്കണം. തിരികെ എത്തുമ്പോൾ അമ്മയെ പൂജിച്ചു കൊള്ളാം. സീത പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ തന്നെ തോണി ഗംഗയുടെ തെക്കേ തീരത്ത് അണഞ്ഞു. തോണിയിൽ നിന്ന് ഇറങ്ങിയ ശ്രീരാമൻ അനിവാര്യമായ ചില മുന്നറിയിപ്പുകൾ നൽകി. കൊടുങ്കാട്ടിൽ ലക്ഷ്മണൻ മുന്നിൽ, സീത നടുവിൽ, ഇരുവരെയും കാത്തുകൊണ്ട് ശ്രീരാമൻ പിറകിൽ. ഇങ്ങനെ പരസ്പരം രക്ഷയേകി ജാഗ്രതരായി വേണം വനയാത്ര. അവർ ഗംഗാനദി കടന്ന് സസ്യസമ്പൂർണമായ വനഭൂമിയിലെത്തി. ഉത്തമങ്ങളായ തരു, പുള്ളിമാൻ, പന്നി, മുയൽ എന്നീ മൃഗങ്ങളെ വധിച്ച് ഭക്ഷണാദികൾ ശരിപ്പെടുത്തുവാനും അന്നത്തെ രാത്രി കഴിച്ചുകൂട്ടുവാനുമായി ഒരു മഹാമരത്തിൻ്റെ ചുവട്ടിലെത്തി. മഹാവനത്തിലെ 1-ാമത്തെ രാത്രി അവർ 3 പേർ മാത്രം. സീതയെ സംരക്ഷിക്കേണ്ടതായ കാര്യം രാമൻ ലക്ഷ്മണനോട് വീണ്ടും ആവർത്തിച്ചു. രാത്രിയുടെ സാന്ദ്രമൗനത്തിൽ, ഗഹനവനത്തിൻ്റെ നിഗൂഢതയിൽ, കാനന നിശീഥിനിയുടെ പ്രഗാഢമായ ഇരുട്ടിൽ രാമൻ ലക്ഷ്മണനോട് തൻ്റെ മനസ്സു തുറന്നു.
നമ്മൾ 3 പേരെയും പിരിഞ്ഞ അച്ഛൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഭരതൻ സമ്രാട്ടാവുമ്പോൾ അച്ഛൻ ഇളയമ്മയ്ക്ക് അധീനനായി എന്തു തന്നെ ചെയ്യില്ല? അദ്ദേഹത്തിൻ്റെ ബുദ്ധിഭ്രമവും ഈ ആപത്തും നോക്കുമ്പോൾ ധർമാർത്ഥങ്ങളിൽ വച്ച് ശ്രേഷ്ഠമായത് കാമം തന്നെയാണെന്ന് തോന്നുന്നു. ഒരു പെണ്ണിൻ്റെ ഇഷ്ടത്തിനെന്ന പോലെ പൊണ്ണനായാലും അനുസരണയുള്ള മകനെ ഒരച്ഛൻ ഉപേക്ഷിക്കുമോ? കൈകേയിയുടെ മകൻ പത്നിയോടൊപ്പം വിസ്തൃതമായ കോസലത്തെ ഒറ്റയ്ക്ക് ഭരിക്കും. കൈകേയി രാജമാതാവെന്ന നിലയിൽ എൻ്റെ അമ്മ കൗസല്യാദേവിക്കും ഇളയമ്മ സുമിത്രയ്ക്കും ഉപദ്രവം ഉണ്ടാക്കും. വിഷം കൊടുത്തുവെന്നും വരാം. അതുകൊണ്ട് അമ്മമാരുടെ സുരക്ഷയെ കരുതി ലക്ഷ്മണൻ തിരികെ പോകേണ്ടതുണ്ട്. സീതയെ ഞാൻ സംരക്ഷിച്ച് വനത്തിൽ ജീവിച്ചു കൊള്ളാം. പുത്രനില്ലാതെ വളരെ വിഷമിച്ച് ജീവിച്ച അമ്മയ്ക്ക് എന്തിന് ഞാനൊരു പുത്രനായി പിറന്നു? അമ്മയുടെ കണ്ണീർ തുടച്ച് ദുഃഖം തീർക്കാനാകാത്ത മകൻ ലക്ഷ്മണനോടായി വീണ്ടും പറഞ്ഞു. രാമൻ കോപിച്ചാൽ ഒറ്റയ്ക്ക് തന്നെ അയോധ്യയെയും ഭൂമി മുഴുവനും അസ്ത്രങ്ങളെ കൊണ്ട് മൂടിക്കളയും. പക്ഷേ ആ വിക്രമം ശ്രേഷ്ഠമല്ല. ധർമ്മത്തിലും പരലോകത്തിലും ഏറ്റവും ഭീരുവാണ് ഞാൻ. ആ ഒറ്റ കാരണത്താലാണ് അഭിഷേകത്തിന് തയ്യാറാകാത്തത്. സൽപ്പേര് നിലനിർത്താൻ എന്തും നഷ്ടപ്പെടുത്താൻ എനിക്ക് ഒരു പ്രയാസവുമില്ല. ലക്ഷ്മണൻ പ്രതിവചിച്ചു. ജ്യേഷ്ഠനെ കൂടാതെ അച്ഛനെയോ അമ്മയോ ശത്രുഘ്നെയോ സ്വർഗലോകം പോലും ലക്ഷ്മണന് വേണ്ട. വനവാസം 14 ഒന്നിച്ച് അനുഭവിക്കാൻ അനുവദിക്കണം. രഘുവംശ അലങ്കാരങ്ങളും അമേയ ശക്തന്മാരുമായ ദാശരഥികൾ നിർജ്ജനമായ ഘോരാരണ്യത്തിൽ നിർഭയരായ 2 ഉഗ്രസിംഹങ്ങളെപ്പോലെ പരിഭ്രമലേശം കൂടാതെ വസിച്ചു. അടുത്ത പ്രഭാതത്തിൽ ഗംഗാ കാളിന്തി സംഗമസ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഭരദ്വാജാശ്രമത്തിലേക്ക് മാമുനിയെ ദർശിക്കാൻ സീതാസമേതനായി അവർ എത്തി. തങ്ങളുടെ കുലവും ആഗമന കാരണവും മുനീശ്വരനെ അറിയിച്ച് തങ്ങൾക്ക് സീതയോടൊപ്പം സുഖമായി ജീവിക്കാൻ സുരക്ഷിതമായ സ്ഥലം തിരഞ്ഞെടുത്തു തരണമെന്ന് അഭ്യർത്ഥിച്ചു. എല്ലാ ധർമ്മങ്ങളും നന്നായി അറിയുന്ന ഭരദ്വാജ മുനി പ്രിയപ്പെട്ട അതിഥികളെ വിധിയാംവണ്ണം പൂജിച്ച് സൽക്കരിച്ച് ആ രാത്രി തന്നോടൊപ്പം കഴിച്ചുകൂട്ടാൻ ക്ഷണിച്ചു. ഭരദ്വാജ മുനിയോടൊപ്പം രാത്രി കഴിഞ്ഞ ശ്രീരാമചന്ദ്രൻ പിറ്റേന്ന് മുനി കാണിച്ചു കൊടുത്ത ചിത്രകൂടാചലം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തേക്ക് യാത്രയായി. ഗന്ധമാദന തുല്യവും പക്ഷിമൃഗാദികളാൽ സമ്പന്നവും മഹാതപസ്സികൾ തപസ്സനുഷ്ഠിക്കുന്നതുമായ പുണ്യഭൂമിയാണത്. ലക്ഷ്മണൻ ഉണ്ടാക്കിക്കൊണ്ടു ചെന്ന ചങ്ങാടത്തിൽ കയറി മൂവരും കാളിന്തിയെ വന്നിച്ച് മറുകരയിലെത്തി. വിചിത്രങ്ങളും സ്വാദിഷ്ടങ്ങളുമായ ഫലപൂലാദികൾ നിറഞ്ഞ ചിത്രകൂടാചലത്തിൻ്റെ പാർശ്വത്തിൽ കാൽനടയായി അവർ എത്തിച്ചേർന്നു. അവിടെ പരിശുദ്ധിയുടെ പരിവേഷമണിഞ്ഞൊരു പുണ്യാശ്രമം കണ്ടപ്പോൾ തന്നെ ശ്രീരാമദേവൻ്റെ കൈകൾ താമരമുട്ടുപോലെയായി. അത് ഭഗവാൻ വാൽമീകിയുടെ ആശ്രമമാണ്. കുലനാമാദികൾ പറഞ്ഞ് അവർ വാൽമീകി മഹർഷിയെ സാഷ്ടാംഗം നമസ്കരിച്ചു. സംപ്രീതനായ മഹർഷി അവരെ സ്വാഗതം ചെയ്തു. മഹാമുനി അറിയിച്ചു. രഘുശ്രേഷ്ഠനായ രാമൻ്റെ ദണ്ഡകാരണ്യവാസ കാരണം എനിക്കറിയാം. ഋഷീശ്വരന്മാരുടെ സമീപത്ത് ആ പ്രദേശത്ത് തന്നെ താമസിക്കാം. ഭഗവാൻ വാൽമീകിയുടെ നിർദ്ദേശം കൈക്കൊണ്ട് അവർ അവിടെ പർണശാല നിർമ്മിച്ചു. വലിയൊരു കൃഷ്ണമൃഗത്തെ വധിച്ച് മുഴുവനായും അഗ്നിയിൽ ചുട്ടെടുത്ത് വാസ്തുശാന്തി കഴിച്ചു. ഭൂതതർപ്പണാദികളും വിധി പോലെ നിർവഹിച്ചു. അനന്തരം പുതിയ പർണശാലയിൽ പ്രവേശിച്ചു. ആ സ്ഥാനത്ത് ഉത്തമ വൃക്ഷങ്ങൾ കൊണ്ട് കാറ്റ് തടഞ്ഞ് ഇലകൾ മേഞ്ഞ ആ ആശ്രമത്തിലേക്ക് ദേവൻ പ്രവേശിച്ചത് സുധർമ്മയിൽ ദേവേന്ദ്രൻ പ്രവേശിച്ചതുപോലെയാണ്. ശ്രീരാമൻ്റെ ഭരദ്വാജ ആശ്രമവും ചിത്രകൂട പ്രവേശവും മനസ്സിലാക്കിയ സുമന്ത്രൻ ഗുഹനോട് യാത്ര ചോദിച്ച് ദുഃഖാർത്തനായി അയോധ്യയിലേക്ക് തിരിച്ചുപോയി. രാജരഥം സുമന്ത്രൻ തെളിച്ചുകൊണ്ടുവരുന്ന രാജകീയമായ പള്ളിത്തേര് അയോധ്യയിലേക്ക് പ്രവേശിക്കുന്നത് കണ്ട ജനങ്ങൾ കൂട്ടം കൂട്ടമായി എത്തി. രാമനില്ലാതെ മടങ്ങി വന്ന മന്ത്രിമുഖ്യനെ കണ്ട് ഗൃഹങ്ങളിലും മണിമാളികകളിലും കഴിയുന്നവർ വിലപിച്ചു. അന്തരീക്ഷം കൂടുതൽ ദുഃഖസാന്ദ്രമായി. സുമന്ത്രർ സ്വപ്നനാടകനെ പോലെ വിളറി വെളുത്ത് അരമനയിലേക്ക് കടന്നു. ദശരഥ മഹാരാജാവിനോട് ആ വിശ്വസ്തനായ അമാത്യൻ രാമൻ്റെ വൃത്താന്തവും സന്ദേശവും അറിയിച്ചു. എല്ലാം കേട്ട മഹാരാജാവ് ഹൃദയം തകർന്നു നിലത്തു വീണു. കൗസല്യയും സുമിത്രയും രാജാവിനെ താങ്ങി പള്ളിമഞ്ചലിൽ കിടത്തി. ഓമന മകളെ സീതയെ, കുമാര ലക്ഷ്മണ, രഘുനന്ദന രാമ എന്ന് വിളിച്ച് കൗസല്യ ഉറക്കെ കരഞ്ഞു.
കൗസല്യ പറഞ്ഞു തുടങ്ങി കരച്ചിലോടെ. ഒരു സ്ത്രീക്ക് താങ്ങും തണലും ഒന്നാമതായി ഭർത്താവാണ്, രണ്ടാമത് പുത്രൻ, മൂന്നാമത് ശേഷക്കാർ, നാലാമതായി ആരുമില്ല. ദശരഥൻ കൗസല്യയെ സംബന്ധിച്ച് ഭർത്താവല്ലാതായി തീർന്നിരിക്കുന്നു. മകൻ കാട്ടിലേക്ക് പോയി. വനവാസം കൗസല്യയ്ക്ക് നിഷേധിച്ചുമിരിക്കുന്നു. ഏതു വിധത്തിൽ ചിന്തിച്ചാലും കൗസല്യയ്ക്കിനി ആരുമില്ല. കൗസല്യ ഹതയായി കഴിഞ്ഞിരിക്കുന്നു. ദശരഥൻ പ്രിയയായ കൈകേയിയോടൊത്ത് ആനന്ദത്തോടെ ജീവിച്ചു കൊള്ളണം. ഉഗ്രസ്വരത്തിൽ അസാധാരണമായ കൗസല്യയുടെ നാവിൽ നിന്നു വീണ വാക്കുകൾ കേട്ട് രാജാവ് സർവാംഗങ്ങളും തകർന്ന് ബോധരഹിതനായി. ക്രമേണ ബോധം തിരിച്ചു കിട്ടിയപ്പോൾ ഗാഠമായി സ്വഗതമായി പറഞ്ഞു, ഇതെല്ലാം ഞാൻ അനുഭവിക്കേണ്ടി വന്നത് വെറുതെയല്ല. ഞാൻ ചെയ്ത വലിയൊരു പാപകർമ്മത്തിൻ്റെ ഫലമാണിത്. ദുഃഖം കൊണ്ട് മതിമറന്ന താൻ അറിയാതെ പറഞ്ഞുപോയ വാക്കുകൾ രാജാവിനെ മുറിപ്പെടുത്തിയാൽ കൗസല്യ ക്ഷമായാചനം ചെയ്തു. രാജാവ് അത്യന്തം പരിക്ഷീണനായി. ദശരഥൻ ചെയ്തു പോയ പഴയ തെറ്റിൻ്റെ കഥ പറഞ്ഞു കേൾപ്പിച്ച് കൗസല്യയെ ആശ്വസിപ്പിച്ചു. കർമ്മഫലം അനുഭവിക്കാതെ വയ്യല്ലോ. ആ വൃത്തം ഇങ്ങനെയാണ്. കൗസല്യയെ രാജാവ് വിവാഹം കഴിക്കുന്നതിന് മുൻപായിരുന്നു അത്. കാമമതങ്ങളെ വർദ്ധിപ്പിക്കുന്നൊരു വർഷകാലം. വർഷപാതമേറ്റ് പുളകം കൊണ്ടിരുന്ന കാട്ടിൽ ദശരഥൻ നായാട്ടിനെത്തി. പകലൊക്കെ വ്യായാമത്തിനായി വേട്ടയാടി നടന്ന ദശരഥൻ വർഷകാല നിശീതിനിയുടെ വന്യസൗന്ദര്യവും ഭാവപ്പകർച്ചയും ആസ്വദിച്ച് രാത്രിയിലും നായാട്ട് തുടർന്നു. ഇരുളിൽ ലയിച്ചു ചേർന്ന തൊട്ടടുത്തുള്ള നദിയിൽ നിന്ന് ആന തുമ്പിക്കൈകൊണ്ട് വെള്ളം കോരിയെടുക്കുന്ന ശബ്ദം രാജാവ് കേട്ടു. ഉടനെ ശരമെടുത്ത് ശബ്ദത്തെ ലക്ഷ്യമാക്കി അയച്ചു. ശബ്ദം കേട്ട് ലക്ഷ്യം തെറ്റാതെ അമ്പെയ്ത് കൊള്ളിക്കാൻ കഴിയുന്ന കൊച്ചു തമ്പുരാനെന്ന് ദശരഥനെക്കുറിച്ച് പ്രസിദ്ധിയും ഉണ്ടായിരുന്നു. ശരമയച്ച ഉടനെ അയ്യോ അയ്യോ എന്ന് മനുഷ്യസ്വരത്തിൽ ആർത്തനാദം കേട്ടു. അപ്പോഴേക്ക് പരിചിതമായ ഇരുട്ടിൻ്റെ വെളിച്ചത്തിൽ രാജാവ് കണ്ടു. അമ്പേറ്റ് പിടയുന്നത് ആനയല്ല, ഒരു മുനികുമാരനാണ്. അയാൾ രാത്രിയിൽ ജലാശയത്തിൽ നിന്ന് കുടം കൊണ്ട് വെള്ളം മുക്കിയെടുത്ത ശബ്ദമാണ് രാജാവ് തെറ്റായി ധരിച്ചത്. ആ രാത്രിയിൽ മുനികുമാരൻ വെള്ളമെടുക്കാനായി എത്തിയത് അയാളെ ആശ്രയിച്ച് ആശ്രമത്തിൽ കഴിയുന്ന അന്ധരായ മാതാപിതാക്കൾക്ക് ദാഹജലം നൽകാനായിരുന്നു. അയാൾ അത് പറഞ്ഞു. അമ്പേറ്റ് പിടയുന്ന മുനികുമാരനെ തൻ്റെ പ്രാണൻ പോകുന്ന വേദനയേക്കാൾ തവിപ്പിക്കുന്നത് അച്ഛനമ്മമാരുടെ ദയനീയ സ്ഥിതിയാണ്. ഓടി അടുത്തെത്തിയ രാജാവിനോട് അയാൾ പരുഷം പറഞ്ഞു. മർമ്മത്തിൽ അമ്പ് തറച്ച് ദുസ്സഹവേദന കൊണ്ട് പിടയുമ്പോഴും ആ കുമാരൻ അച്ഛനമ്മമാർ ഇരിക്കുന്ന ആശ്രമത്തിലേക്ക് വഴി പറഞ്ഞു കൊടുത്തു. കാരണമുണ്ട്. അഗ്നി കാടിനെ എന്ന പോലെ പിതാവിൻ്റെ ക്രോധാഗ്നി രാജാവിനെ ദഹിപ്പിക്കാതിരിക്കാൻ രാജാവ് അവരെ പ്രസാദിപ്പിക്കണം. അസ്ത്രം തറച്ചിരിക്കുന്നതിനാൽ പ്രാണവേദന, അമ്പ് വലിച്ചുരിയാൽ മരണം നിശ്ചിതം. മുനികുമാരൻ പറഞ്ഞു. ബ്രഹ്മഹത്യാപാപം ഭയക്കേണ്ട. ഒരു ശൂദ്ര സ്ത്രീയിൽ വൈശ്യന് പിറന്നവനാണ് ഞാൻ. അസ്ത്രം ഊരിയ മാത്രയിൽ ആ കുമാരൻ മരിച്ചു. ദാഹിച്ചു വലഞ്ഞിരിക്കുന്ന അന്ധരായ മാതാപിതാക്കൾക്ക് ദാഹജലവുമായി അത്യന്ത ഭയപ്പാടോടെ ദശരഥൻ ആശ്രമത്തിലെത്തി. വെള്ളവും കൊണ്ട് എത്തിയിരിക്കുന്ന മുനികുമാരനല്ല, ക്ഷത്രിയനായ ദശരഥനാണെന്നും തൻ്റെ കൈക്കുറ്റം കൊണ്ട് മുനികുമാരന് ആപത്ത് സംഭവിച്ചിരിക്കുന്നുവെന്നും മറച്ചുവെക്കാതെ ദശരഥൻ പറഞ്ഞു. എല്ലാം കേട്ട് അത്യന്തം ദുഃഖിതനായ മുനി പറഞ്ഞു. മഹാരാജാവേ, അങ്ങിത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ അങ്ങയുടെ ശിരസ് 100 പൊട്ടിച്ചിതറുമായിരുന്നു. വാനപ്രസ്ഥത്തിൽ നിഷ്ഠയോടെ ഇരിക്കുന്ന താപസനെ ക്ഷത്രിയൻ അറിഞ്ഞുകൊണ്ട് വധിച്ചാൽ അതാണ് ശിക്ഷ. അങ്ങ് അറിയാതെയാണ് അപരാധം ചെയ്തു പോയത്. അതിനാലാണ് ജീവനോടെ ഇരിക്കുന്നത്. നരപാലകനായ ദശരഥൻ വൃദ്ധദമ്പതിമാരെ അവരുടെ അപേക്ഷ അനുസരിച്ച് മരിച്ചു കിടക്കുന്ന പുത്രൻ്റെ അരികിൽ എത്തിച്ചു. മഹർഷീശ്വരൻ പുത്രനെ ചൊല്ലി വിലപിച്ചു. സ്വർഗാരോഹണം ചെയ്ത പുത്രനെ അവർ ദിവ്യദൃഷ്ടിയിൽ കണ്ടു. നിരാലംബരായി തീർന്ന അന്ധരായ മാതാപിതാക്കൾ ദശരഥനെ ശപിച്ചുകൊണ്ട് പറഞ്ഞു. പുത്രനെ പിരിയുന്ന ദുസ്സഹ ദുഃഖം കൊണ്ട് രാജാവ് പിടഞ്ഞു പിടഞ്ഞു മരിക്കും. അവർ തുടർന്ന് തപസ്സിൻ്റെ ശക്തിയാൽ അവർ ഇരുവരും അഗ്നിയിൽ ദഹിച്ചു ലയിച്ചു. ബ്രഹ്മഹത്യാപാപം ഇല്ലെങ്കിൽ പോലും ഘോരവും തീവ്രവുമായ ശാപം രാജാവിന് കിട്ടിക്കഴിഞ്ഞു. അന്ധരായ ദമ്പതിമാർ അനുഭവിക്കുന്ന പുത്രദുഃഖത്തിൻ്റെ ആഴം ഒരിക്കൽ രാജാവ് അറിയും. അത് രാജാവിൻ്റെ ആയുസ്സിന് അറുതി വരുത്തും. മഹർഷിയുടെ വാക്കുകൾ ഫലിക്കുകയാണ്. ആ കൊടിയ അപരാധത്തിൻ്റെ ഫലമാണ്
ഞാനിപ്പോൾ അനുഭവിക്കുന്നു. സന്താന ദുഃഖത്തിൻ്റെ എരിതിയിൽ ദഹിച്ച താപസൻ ചൊരിഞ്ഞ ശാപവാക്കുകൾ സത്യമായിരിക്കുന്നു. ദശരഥൻ ദയനീയമായി തുടർന്നു. വത്സലനായ രാമൻ തന്നെ ഒന്ന് തൊട്ടിരുന്നുവെങ്കിൽ, ആ സ്നേഹനിധിയുടെ മുഖം ഒരിക്കൽ കൂടി ഒന്ന് കാണുവാൻ കഴിഞ്ഞെങ്കിൽ. രാജാവ് വേദനയോടെ പറഞ്ഞു. എൻ്റെ ഉണ്ണിയെ വഹിച്ചു കൊണ്ടുപോയ രഥം എനിക്ക് കാണാം. എൻ്റെ മകൻ എവിടെ? പ്രാണൻ പോകുന്നതിന് മുൻപ് ഓമനപുത്രനെ ഒരു പ്രാവശ്യം കാണാൻ സാധിച്ചുവെങ്കിൽ. ദുഃഖാർത്തനായി പലതും പുലമ്പിക്കൊണ്ടിരുന്നു ദശരഥൻ. കൗസല്യയെയും കാണാൻ കഴിയുന്നില്ല, സുമിത്രയെയും കാണാൻ കഴിയുന്നില്ല. കണ്ണിൽ ഇരുട്ട് കയറുന്നു. അതാ കാലദൂതന്മാർ എത്തിയതായി അറിയുന്നു. വനവാസം കഴിഞ്ഞ് തിരിച്ചെത്തുന്ന ശ്രീരാമചന്ദ്രനെ കാണാൻ കഴിയുന്നവരാണ് ഭാഗ്യവാന്മാർ. കൗസല്യയുടെയും സുമിത്രയുടെയും സമീപത്ത് അയോധ്യ ചക്രവർത്തി, രഘുരാമൻ്റെ പിതാവ്, പ്രജകളുടെ മുഴുവൻ വലിയ തമ്പുരാൻ കരഞ്ഞും പറഞ്ഞും വീണ്ടും പറഞ്ഞും കരഞ്ഞും അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ കരയാതെയായി. ഒന്നും പറയാനാകാതെ നിശ്ചേഷ്ടനുമായി. ആ രാത്രി അവസാനിച്ചു. നേരം പുലർന്നു. വൈതാളികന്മാർ മഹാരാജാവിനെ ഉണർത്താൻ സ്തുതിഗീതങ്ങൾ പാടി. അത് കേട്ട് പക്ഷികൾ ഉണർന്നു.